ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലിക്വിഡേഷനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിക്വിഡേഷനിലെ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന ഭാഗമാണ് നമ്മൾ ചെയ്തത്. എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. ഇനി നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിക്വിഡേഷനിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. Z Limited went into voluntary liquidation on 31st December 2019. Balance sheet of the company as on that date stood as follows. തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലെ ഡാറ്റകളൊക്കെ നമുക്കൊന്ന് നോക്കാലോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്രയാ അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലില് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ് ആദ്യം തന്നേക്കണേ. ക്യുമുലേറ്റീവ് ആണ്, ശ്രദ്ധിക്കണം. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലത്തെ ഡിവിഡൻഡും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത കൊല്ലം ഇങ്ങനെ കയറി പോകും. ഓക്കെ, അതിനെയാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് ഒരു 20 ലക്ഷം. ഇക്വിറ്റി ഷെയർസ് 10,000. ഇക്വിറ്റി ഷെയർസിന് 75 രൂപ പെയ്ഡപ്പ് ആണ്. 30,000 ഇക്വിറ്റി ഷെയർസിന് 60 രൂപ പെയ്ഡപ്പ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യനിലെ പെയ്ഡപ്പിന്റെ വാല്യൂസ് വ്യത്യാസം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട് കേട്ടോ. ഇനി റിസർവ് ആൻഡ് സർപ്ലസിലെ ക്യുമുലേറ്റീവ് ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സർപ്ലസ് എന്നല്ല, ലോസ് ആണ്. നെഗറ്റീവ് ബാലൻസ് തന്നിരിക്കുന്നത്. ഇനി നോൺ കറന്റ് ലയബിലിറ്റീസില് 15% ഡിബഞ്ചേഴ്സ് കിടക്കുന്നുണ്ട്. അതൊരു 10 ലക്ഷം രൂപയുടെ കിടക്കുന്നുണ്ട്. കറന്റ് ലയബിലിറ്റിയിൽ ട്രേഡ് പേയബിൾ ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഒരു 1,50,000 ഉണ്ട്. ഇനി അസറ്റിന്റെ കാര്യം എടുത്ത് നോക്കിയപ്പോൾ ലാൻഡ്, പ്ലാന്റ്, ഫർണിച്ചർ അങ്ങനെ 3 അസറ്റുകൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റി. കറന്റ് അസറ്റിൽ നോക്കിയപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, ട്രേഡ് റിസീവബിൾ ഉണ്ട്, ക്യാഷ് ഉണ്ട്. ഇത്രയും ഡാറ്റകളാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. അതർ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. എന്തൊക്കെയാ? പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻസ് ആർ ഇൻ അരിയർ ഫോർ ലാസ്റ്റ് 2 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അതവിടെ കൊടുക്കേണ്ടതായി വരും. കാരണം ക്യുമുലേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ക്വസ്റ്റ്യനില്. ഇനി അസറ്റ്സ് വെർ സോൾഡ് കണ്ടോ. അല്ല, അതിന്റെ ഇടയിൽ ഒരെണ്ണം കൂടിയുണ്ട്. ട്രേഡ് പേയബിൾ ഇൻക്ലൂഡ്സ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഓഫ് ₹1,52,000 അല്ലെ. ട്രേഡ് പേയബിളില് നമ്മൾ കണ്ടത് 12,70,75,000 അവരുണ്ട്. അതില് 1,52,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ ആദ്യം കൊടുക്കണം, എന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അസറ്റ്സ് വെർ സോൾഡ് അറ്റ് ആൻഡ് റിയലൈസ്ഡ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് വിറ്റ് കിട്ടിയ കാശ് തന്നിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 12 ലക്ഷം, പ്ലാന്റ് ആൻഡ് മെഷീനറി 20 ലക്ഷം, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 3 ലക്ഷം, സ്റ്റോക്ക് 6 ലക്ഷം, അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾ 8 ലക്ഷം. അത്രയും അസറ്റ് വിറ്റിട്ട് കാശ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പൊ അത് റിസീപ്റ്റിൽ എഴുതാനുള്ളതാണ്. പിന്നെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് സൈഡിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എക്സ്പെൻസസിലാണ് ലിക്വിഡേഷൻ എക്സ്പെൻസസും ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷനും. ഇത് രണ്ടും തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് 1,09,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ്? അസറ്റ് റിയലൈസ് ചെയ്തതിന്റെ മുകളിൽ 3% എക്സെപ്റ്റ് ക്യാഷ്. അപ്പൊ ക്യാഷ് അല്ലാത്ത ബാക്കിയുള്ള അസറ്റ് റിയലൈസ് ചെയ്തതിന്റെ മുകളിൽ 3% കമ്മീഷൻ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് റൈറ്റ് ടു ഡിവിഡൻഡ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ. അപ്പൊ അവർക്ക് ഡിവിഡൻഡ് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 വർഷത്തെ ഡിവിഡൻഡ് പെൻഡിങ് നിൽക്കുന്നില്ലേ, അത് കൊടുത്തോളാൻ ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ പിന്നെന്താ? ദ ഫൈനൽ പേയ്മെന്റ് ഇൻക്ലൂഡ് ദോസ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് മെയ്ഡ് ഓൺ 30th June 2020 ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചെറിയ തെറ്റതാണ്. 2019 ഡിസംബറിലെ ബാലൻസ് ഷീറ്റ് തന്നേക്കണേ. പിന്നെ ജൂണില് ആണ് പേയ്മെന്റ് കൊടുക്കണേ എന്നാണ് അവിടെ പറഞ്ഞേക്കണേ. അപ്പൊ ഇതാണ് ഡിസംബറിൽ നമ്മളവിടെ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ ബാലൻസ് ഷീറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ 2020 ആ ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി പ്രിപ്പയർ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. ഇതാണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, റിസീപ്റ്റ് കോളം, പേയ്മെന്റ് കോളം. ഇങ്ങനെയാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് വരച്ചു തുടങ്ങേണ്ടത്. റിസീപ്റ്റ്സ് എല്ലാം ഇവിടെ എഴുതണം. പേയ്മെന്റ് ഓർഡറിൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ റിസീപ്റ്റ്സും പേയ്മെന്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അതിൽ റിസീപ്റ്റ്സ് നമ്മൾ ആദ്യം എഴുതാൻ പോവാണ് കേട്ടോ. ഏതൊക്കെയാണ് റിസീപ്റ്റ് നമുക്ക് നോക്കാം. റിസീപ്റ്റില് ഫസ്റ്റ് വൺ പറയണത്
ക്യാഷ് അതെടുത്ത് എഴുതാൻ മറക്കരുത്. അതുകൊണ്ട് ഞാൻ ആദ്യം കറണ്ട് അസറ്റുകൾ വെച്ച് തുടങ്ങണു. ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട്. ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ട്? 3 ലക്ഷം. അത് നമ്മൾ 3 ലക്ഷം റെക്കോർഡ് ചെയ്തു. ക്യാഷ് ആൻഡ് ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ നോക്കിയ കറണ്ട് അസറ്റുകൾ നമ്മൾ എന്താണ് അതർ ഇൻഫർമേഷനിൽ കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ നോക്കിയ ട്രേഡ് റിസീവബിൾ. എത്രയാണ് ട്രേഡ് റിസീവബിൾ? ഞാൻ കറണ്ട് അസറ്റിൽ നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം എന്താണ് ട്രേഡ് റിസീവബിൾ 8 ലക്ഷം. ഓക്കെ, ഇനി അടുത്ത എന്താ? ട്രേഡ് റിസീവബിൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ നോക്കി നോക്കിയേ? സ്റ്റോക്ക് വിറ്റിട്ട് 6 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി സ്റ്റോക്ക് എത്രയാണ്? 6 ലക്ഷം. ഓക്കെ, സ്റ്റോക്ക് വിട്ടിട്ട് 6 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് എത്രയാണ് കിട്ടിയേക്കണേ? 3 ലക്ഷം. 3 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെ? പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എത്ര വരണം നോക്കിയേ? 20 ലക്ഷം. 20 ലക്ഷം. പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ എത്രയാ? 12 ലക്ഷം. കഴിഞ്ഞില്ലേ? ഓക്കെ, എല്ലാം കിട്ടിയില്ലേ? അപ്പോൾ റിസിപ്റ്റ് മുഴുവൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ആ റിസിപ്റ്റിന്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കിയേ? ടോട്ടല് നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് ഒഴികെയുള്ള ടോട്ടൽ എത്രയാണെന്നൊന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 20ഉം 32, 40, 46, 49 ലക്ഷം ക്യാഷ് അല്ലാതെയുള്ള അസറ്റ് ഉണ്ട്. 3 ലക്ഷം ക്യാഷ് ഉണ്ട്. അപ്പോൾ 49 3ഉം 52 ലക്ഷമാണ് ടോട്ടൽ റിസിപ്റ്റ്. ക്ലിയർ ആയോ? ടോട്ടൽ റിസിപ്റ്റ് മനസ്സിലായോ? 52 ലക്ഷം കിട്ടിയോ? ഇനി നമുക്ക് അപ്പോൾ അതിൽ ക്യാഷ് ഒഴികെ 49 ഉണ്ട്. അപ്പോൾ ലിക്വിഡേറ്ററുടെ എക്സ്പെൻസ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഈ 49 ലക്ഷത്തിന്റെ മുകളിൽ 3% കമ്മീഷൻ പേയ്മെന്റിനായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇനി നമ്മൾ പേയ്മെന്റ് നമ്മൾ കൊടുത്തു തുടങ്ങുകയാണ്. പേയ്മെന്റിൽ ആദ്യം കൊടുക്കേണ്ടത് ലിക്വിഡേഷൻ എക്സ്പെൻസസ്. എത്രയാണ് നോക്കിയേ? എക്സ്പെൻസസ് എത്രയാണ് നോക്കിയാൽ? ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഉണ്ട്. എത്രയാ ക്വസ്റ്റ്യനിൽ? 1,09,000. നമുക്കത് ഔട്ടർ കോളത്തിലിടാം കേട്ടോ. കുറച്ചും കൂടി കണ്ടിരിക്കാം. ഓക്കെ, 1,09,000. ഓക്കെ, ലിക്വിഡേഷൻ എക്സ്പെൻസസ്. പിന്നെ ലിക്വിഡേറ്ററുടെ കമ്മീഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കമ്മീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ 49 ലക്ഷമാണ് അസറ്റിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇതിലൊക്കെ കൂടി ക്യാഷ് ഒഴികെ ബാക്കിയൊക്കെ കൂട്ടിയപ്പോൾ 49 ലക്ഷമാണ്. അപ്പോൾ 49 ലക്ഷത്തിന്റെ 3% എത്രയാണ് നോക്കിയേ? 49 ലക്ഷത്തിന്റെ 3% എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുക 1,47,000. ചെയ്ത് നോക്കണം കേട്ടോ. 1,47,000 കിട്ടിയോ? ലിക്വിഡേറ്ററുടെ കമ്മീഷൻ അത് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഓരോന്നോരോന്ന് കൊടുത്തേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. ആദ്യം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അത് കഴിഞ്ഞാൽ എന്താണ്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ബാക്കി കാശുണ്ടെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ആദ്യം കൊടുക്കേണ്ടത് ആർക്കാണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അപ്പോൾ നമ്മൾ അടുത്ത ഹെഡിങ് കൊടുത്തു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? 15% ഡിബഞ്ചർ കൊടുക്കണം. എത്രയാ? 15% ഡിബഞ്ചേഴ്സ്. ക്വസ്റ്റ്യനിലുണ്ടല്ലോ 15% ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം കൊടുക്കണം. ഓക്കെ, 10 ലക്ഷം കൊടുക്കണം. അത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എത്രയുണ്ട് നോക്കിയേ? 1,50,000 ഉണ്ട്. കണ്ടോ? 1,50,000 ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് പോരാ, ഇനി എന്തും കൂടിയുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്. എന്താ നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എത്രയാ? നമ്മൾ ജൂൺ വരെയാണ്, അപ് ടു ജൂൺ എത്രയാ വന്നേക്കണത്? അപ് ടു ജൂൺ 30 വരെയുള്ള ഇൻട്രസ്റ്റും കൂടിയും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കാരണം ഡിസംബറിലാണ് ബാലൻസ് ഷീറ്റ് തന്നേക്കണേ. പേയ്മെന്റ് കൊടുക്കുന്നത് ജൂണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂണിലാണ് പേയ്മെന്റ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ഡിസംബർ തൊട്ടിട്ട് ജൂൺ വരെ, ഡിസംബർ 31 തൊട്ടിട്ട് ജൂൺ 30 വരെ, അഥവാ 6 മാസത്തെ ഇൻട്രസ്റ്റും കൂടി നമുക്ക് പെൻഡിങ് ഉണ്ട്. അതും കൂടിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 10 ലക്ഷം രൂപയാണ് നമ്മുടെ
ഡിബഞ്ചറിൻ്റെ വാല്യൂ അതിൻ്റെ 15% കാണാം. അതിൻ്റെ മുകളിൽ 6/12 മനസ്സിലായോ? അതായത് 10 ലക്ഷത്തിൻ്റെ മുകളിൽ 15% എന്ന് പറഞ്ഞാൽ 1,50,000. അതിൻ്റെ 6/12 1,50,000 6/12 എന്ന് പറഞ്ഞാൽ 75,000. അത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണ്. ഏതുവരെയുള്ളത്? ജൂൺ വരെയുള്ളത്. അതും കൂടി കൊടുക്കണം കേട്ടോ. അതും കൂടി കൊടുക്കുമ്പോൾ എത്ര വരും നോക്കിയേ? 10 11,50,000 12,25,000. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട കാശ് എത്രയെന്ന് മനസ്സിലായോ? 12,25,000 കൊടുക്കണം. ഇനി അതിനുശേഷം നമ്മൾ ആർക്കാ കൊടുക്കേണ്ടതെന്ന് നോക്കണം. ആർക്കാ? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടോ നോക്കാം. ഉണ്ട്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അവർക്കാണ് ഇനി അടുത്തത് കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുത്തു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എത്രയും നോക്കി നോക്കിയേ? 1,52,000. അവർക്ക് കൊടുക്കാനുള്ള കാശുണ്ട്. കാരണം നമുക്ക് 52 ലക്ഷം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാനുള്ള കാശുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുക്കണം. ഇനിയും ബാക്കി ഉണ്ടാവും. കാരണം 12, 13, 14, 15, 10, 20 ലക്ഷത്തിൻ്റെ അടുത്തേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഇന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ അടുത്തത് എന്താ? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അടുത്ത ആർക്കാണ്? ഓർഡർ മറക്കരുത് കേട്ടോ. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ് അടുത്തത്. എത്രയാണ് നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നോക്കിയേ? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എത്രയാണ്? നമ്മുടെ ബിൽസ് പേയബിൾ കിടക്കുന്നുണ്ട്. എത്രയാണ് കിടക്കണേ നോക്കിയേ? ട്രേഡ് പേയബിളിൽ എത്രയാണ് കിടക്കണം നോക്കിയേ? ടോട്ടല് 12,75,000 ടോട്ടൽ കിടക്കണത്. അതിൽ 1,52,000 ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണെന്ന്. ബാക്കിയുള്ളതൊക്കെ അൺസെക്യൂർഡ് ആണ്. ബാക്കിയുള്ളത് എത്രയുണ്ട് നോക്കിയേ? 12,75,000 നിന്ന് 1,52,000 കുറയ്ക്കുക. അപ്പോൾ 11,23,000. ഓക്കെ, അത്രയാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അവർക്കും കൊടുത്തു. ഇനിയും കാശ് ഉണ്ടാവും. നമുക്ക് 52 ലക്ഷം ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇനി ആർക്ക് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഓക്കെ, ആർക്കാ കൊടുക്കേണ്ടത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. മറക്കരുത് കേട്ടോ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൊടുക്കണം. അവരുടെ 2 കൊല്ലത്തെ അരിയർ ഡിവിഡൻറ്റും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് നോക്കിയേ? ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? 20 ലക്ഷമാണ്. അത് കൊടുക്കണം. പ്ലസ് അവർക്ക് എന്തും കൂടിയും കൊടുക്കണം. 2 ഇയറിൽ എന്ത് കൊടുക്കണം? ഡിവിഡൻറ്റ് കൊടുക്കണം. 2 ഇയറിലെ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ എത്ര കൊടുക്കേണ്ടി വരും? 20 ലക്ഷത്തിൻ്റെ മുകളിൽ 10% ഡിവിഡൻറ്റ്. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ മുകളിൽ 10% ഡിവിഡൻറ്റ് കണ്ട് 20 ലക്ഷത്തിൻ്റെ മുകളിൽ 10% ഡിവിഡൻറ്റ് കണ്ടപ്പോൾ 2 ലക്ഷം കിട്ടി. ആ 2 ലക്ഷം 2 കൊല്ലത്തേക്ക്. അപ്പോൾ 4 ലക്ഷം രൂപ നമ്മൾ എന്തായിട്ട് കൊടുക്കണം? പ്രിഫറൻസ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം. ഇതെന്താണ്? പ്രിഫറൻസ് ഡിവിഡൻറ്റ് അരിയറാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ 24 ലക്ഷം അവർക്ക് കൊടുക്കണം. ഇനി ബാക്കി കാശുണ്ടോ എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കി കാശുണ്ടെങ്കിൽ അതങ്ങോട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പോൾ ബാക്കി കാശുണ്ടോ എന്ന് നമ്മൾ ഇനി നോക്കാൻ പോവാണ് കേട്ടോ. ടോട്ടൽ എത്രയാണ് നോക്കി? ഇവിടെ ടോട്ടൽ റിസീപ്റ്റ് എത്രയാണ് നോക്കാം? ഇവിടെ ടോട്ടൽ റിസീപ്റ്റ്സ് എത്രയുണ്ട്? 52 ലക്ഷമുണ്ട്. ഓക്കെ, 52 ലക്ഷത്തിലെ ലെസ് ഇതുവരെയുള്ള പേയ്മെൻറ്റ്സ് ഒന്ന് ലെസ് ചെയ്തേ. ഇതുവരെയുള്ള പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ പേയ്മെൻറ്റ് എത്രയാണ് നോക്കി നോക്കിയേ? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 51 ലക്ഷത്തി എത്ര വരുന്നുണ്ട്? 56,000 വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു 51,56,000. ഇതെല്ലാം കൂടിയിട്ട് കേട്ടോ. ഇതുവരെയുള്ള പേയ്മെൻറ്റ് എല്ലാം കൂടി കൂട്ടിയിട്ട് 51,56,000 വരുന്നുണ്ട്. അത് നമ്മൾ കൊടുത്തു. ബാക്കി അപ്പോൾ എത്രയുണ്ട് നോക്കിയേ? 52 51 56 കുറച്ചാൽ ബാക്കി 44,000. അത്രയേ ഉള്ളൂ. ഇത് ആർക്കുള്ളതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആ കൂടി അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഇത്രയാണ്. അപ്പോൾ അവർ എത്ര പേരുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോൾ 10,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 75 രൂപ വെച്ച് തന്നിട്ടുണ്ട്. അവരിൽ ഒരു 7,50,000 ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു 30,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര രൂപ വെച്ചിട്ടുണ്ട്? 60 രൂപ വെച്ചിട്ട് തന്നിട്ടുണ്ട്. 18 ലക്ഷമായ അവരും തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്രയാ? 18 ലക്ഷവും 7,50,000. അങ്ങനെ 25,50,000 രൂപയാണ് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. ശരിയല്ലേ? 25,50,000 രൂപയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ അത്ര കാശുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് എത്ര മാത്രമേ ഉള്ളൂ? 44,000 മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നഷ്ടമല്ലേ അവർക്ക്? ബാക്കിയുള്ളത് എത്രയാ? 25,06,000 രൂപയും അവർക്ക് നഷ്ടമാണ്. ലോസ്. ഓക്കെ, ലോസ് ആണ്. ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഇത്രയാണ്. മനസ്സിലായോ? അപ്പോൾ ലോസ് എത്രയാണ് മനസ്സിലായോ? ലോസ് എന്ന് പറയുന്നത്
ആർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ലോസ് എന്ന് പറയുന്നത് 25,06,000 ആണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി ബാക്കി എന്താണ്, അപ്പോൾ ഓരോരുത്തർക്കുള്ള പെർ ഹെഡ് ലോസ് എത്രയാണെന്ന് നോക്കിയാലും നമുക്ക് പെർ ഹെഡിന്റെ ലോസ് കേട്ടോ, ആർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പെർ ഹെഡ് ലോസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. എത്രയാ, മൊത്തം 25,06,000 ലോസ് ഉണ്ട്. അതിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ മൊത്തം 30,000, ഇതിൽ 10,000, അങ്ങനെ 40,000 പേർക്കാണ് 25,06,000 എന്താണ് ലോസ് ഉള്ളത്. അപ്പോൾ ഒരാൾക്കുള്ള ലോസ് എത്രയാണെന്ന് നോക്കിയേ, എത്രയാണ് പറയണത്, ഒരാൾക്കുള്ള ലോസ് എന്ന് പറയുന്നത് 62 രൂപ 25 പൈസയാണ്. 62 രൂപ എത്രയാ വരണം നോക്കുക, 25 വരണം, 62 രൂപ 65 പൈസയാണ് വരണം കേട്ടോ, സോറി 62 രൂപ 65 പൈസയാണ് എത്ര വരണത്, ഒരാൾക്കുള്ള ലോസ് വരുന്നത്. ഒരാൾക്കുള്ള ലോസ് എന്താ എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? 25,06,000 ഡിവൈഡഡ് ബൈ 40,000. അപ്പോൾ 62 രൂപ 65 പൈസ ഒരാൾക്കുള്ള ലോസ്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്കിവിടെ ഒരു പ്രശ്നം കണ്ടത്. കാരണം ചിലവര് 75 രൂപ തന്നിട്ടുണ്ട്, അവർക്ക് 62 രൂപ 65 പൈസയെ ലോസ് ഉള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ കാശ് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ചിലവര് 60 രൂപയെ തന്നിട്ടുള്ളൂ, 62 രൂപ 65 പൈസയാണ് ലോസ്, 60 രൂപയെ നമുക്ക് അവർ തന്നിട്ടുള്ളൂ. അപ്പോൾ 2 രൂപ 65 പൈസ അവരുടെ നിങ്ങൾ വാങ്ങിക്കണം. മനസ്സിലായോ? അപ്പോൾ എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അപ്പോൾ ആരുടെ നിന്ന് വാങ്ങിക്കണം? ഈ 30,000 പേരിൽ നിന്നും 2 രൂപ 65 പൈസ ഇങ്ങോട്ട് വാങ്ങിക്കണം കമ്പനി. പിന്നെയോ 75 രൂപ തന്നവർക്ക് 10,000 പേർക്ക് കമ്പനി തിരിച്ച് 12 രൂപ സംതിങ് അല്ലെ, എത്രയും വരണേ, 12 രൂപ 35 പൈസ അവർക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും വേണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതാണ് ഇനി ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ തരേണ്ട ഓരോരുത്തരെയും നമുക്ക് പറയാം. ഇങ്ങോട്ട് തരേണ്ടത് ആരാണ്? കോള് നമുക്ക് കോൾ മെയ്ഡ് ചെയ്യേണ്ടത് ആരുടെ നിന്നാണ് നോക്കുക, 30,000 പേരിൽ നിന്ന് നമ്മൾ കോൾ ഇങ്ങോട്ട് വാങ്ങിക്കണം. കാരണം 30,000 പേര് 60 രൂപയെ തന്നിട്ടുള്ളൂ, 62 രൂപ 65 പൈസയാണ് അവർക്ക് മൊത്തം നഷ്ടം. അപ്പോൾ 2 രൂപ 65 പൈസ അവർ തരണം. എങ്ങനെ 2 രൂപ 65 പൈസ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 62 രൂപ 65 പൈസ നഷ്ടം, 60 രൂപയെ അവർ ഇതുവരെയും കോളായിട്ട് തന്നിട്ടുള്ളൂ. അപ്പോൾ 2 രൂപ 65 പൈസയും കൂടിയും അവർ നമുക്ക് ഇങ്ങോട്ട് തരണം. 30,000 ഇൻറ്റു 2 രൂപ എന്താണ് 65 പൈസ അവരിങ്ങോട്ട് തന്നിരിക്കണം. ഓക്കെ, അപ്പോൾ അവരിങ്ങോട്ട് തരേണ്ട കാശ് എത്രയാണ് നോക്കി നോക്കിയേ, എന്താണ് 79,500 രൂപ അവരിങ്ങോട്ട് തന്നിരിക്കണം. 79,500 രൂപ അവരിങ്ങോട്ട് തന്നിരിക്കണം. മനസ്സിലാവുണ്ടോ? ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് എത്രയാ? കമ്പനി ഈ 10,000 പേർക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. എത്രയാ കൊടുക്കേണ്ടത് നോക്കിയേ. അപ്പോൾ ഇവിടെ പേയ്മെന്റ് നടത്തേണ്ടത് ആർക്കാ നോക്കാം കേട്ടോ. പേയ്മെന്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് പറയണത്. പേയ്മെന്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് പറയണത്. 10,000 പേർക്കാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. എത്ര രൂപ കൊടുക്കണം? അവർ 75 രൂപ തന്നു, 62 രൂപ 65 പൈസയെ നഷ്ടമുള്ളൂ. അതായത് 12 രൂപ 35 പൈസ അല്ലെ, 12 രൂപ 35 പൈസയാണ് അവർ ഓരോരുത്തർക്കും അങ്ങോട്ട് കൊടുക്കേണ്ടത്. 10,000 ഇൻറ്റു 12 രൂപ 35 പൈസ, 1,23,500 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കൊടുക്കാനുള്ള കാശ് ഇവിടുന്ന് 44,000 അവിടെ കിടക്കുന്നുണ്ട്, 79,500 ഇവരുടെ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയായി? 23,500 ആയില്ലേ? നോക്കിയേ, 79 എന്താണ് 80, 40, 1,23,500 കറക്റ്റ് ആയില്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അവർക്ക് കൊടുക്കാം. അപ്പോൾ കൊടുക്കാനുള്ള കാശ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയേ, 44,000 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, പ്ലസ് ഇവരുടെ നിന്ന് കിട്ടുന്നത് 79,500. മനസ്സിലായോ? ഈ 2 കാശും കൂടി കൂട്ടിയാൽ നമുക്ക് എന്തിനു കൊടുക്കാനായി? ഇവർക്ക് കൊടുക്കാനുള്ള കാശായി. മനസ്സിലായോ? ഇനി നമുക്കത് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്ര പേരുടെ നിന്ന് കോൾ വാങ്ങിച്ചേ? 30,000 പേരുടെ. അപ്പോൾ കോൾ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കോൾ മെയ്ഡ് എത്രയാണ്? കോൾ മെയ്ഡ് ഏതാ? ഇക്വിറ്റി ഷെയർ കേട്ടോ. ഇക്വിറ്റി ഷെയർ കോളാണ് വിളിക്കുന്നത്. അപ്പോൾ എത്രയാണ്? നമുക്ക് 30,000 പേരിൽ നിന്നും എത്ര ഷെയർ എന്താണ്? 2 രൂപ 65 പൈസ, അതായത് 79,500 രൂപ അവരിൽ നിന്ന് വാങ്ങിച്ചു. ഇനി ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ വരുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാ പേയ്മെന്റ് കൊടുക്കാനുള്ളത്? ഇവിടെ 1,10,000 പേർക്ക്
10,000 പേർക്ക് 12 രൂപ 35 പൈസ വെച്ചിട്ട് എത്രയാ 1,23,500 രൂപ നമ്മൾ പേയ്മെൻറ്റും കൊടുത്തു. ഇനി നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം, കറക്റ്റ് ആണോ എന്ന് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ടോട്ടൽ ചെയ്യുമ്പോൾ 52,79,500, അപ്പോൾ 52,79,500. ക്ലിയർ? ഇനി ഇവിടെ എത്രയുണ്ടെന്ന് നോക്കി നോക്കിയേ. ഇതിലിവിടെ വരുന്നത് ഓൾറെഡി ഇവിടെ 51,56,000 ഉണ്ട്. അതിൻ്റെ കൂടെ ഒന്ന്, അപ്പോൾ 52,00,000 എന്നാണ് കറക്റ്റ് 79,000, 52,79,500 ഇവിടെയും വരും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗത്തും ഈക്വലായി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് റെക്കോർഡ് ചെയ്യേണ്ടത്.